നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൊരു പാട്ടാണ് മനുഷ്യനാകണം മനുഷ്യനാകണം, മതങ്ങൾക്ക് അതീതമായി മനുഷ്യനാകണം. ഇത് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ഇടതുപക്ഷമാണ്, ഇടതുപക്ഷ രാഷ്ട്രീയമാണ്, യാതൊരു സംശയമില്ല. അതിന് വെറുതെ ഉണ്ടായതല്ല. കേരളത്തിലെ നവോത്ഥാന പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായിട്ടാണ് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനവും ഇടതുപക്ഷ പ്രസ്ഥാനവും വരുന്നത്. കേരളത്തിലെ നവോത്ഥാന പാരമ്പര്യം വളരെ ചരിത്രമുള്ളതാണ്, വലിയ ചരിത്രം. ചാന്നാർ കലാപം മുതൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും എന്ന് പറയുന്നത്, അങ്ങനെ ഉള്ള, അതിനുശേഷം സഹോദരൻ അയ്യപ്പൻ്റെ സാഹോദര്യം എന്ന് പറയുന്നത്, പണ്ഡിറ്റ് കറുപ്പൻ്റെ, അങ്ങനെ നിരവധി ആളുകൾ, വി ടി ഭട്ടതിരിപ്പാട് വരെ സ്വന്തം സമുദായങ്ങൾക്കകത്ത് അവർ പരിവർത്തനം നടത്തുന്നത് മാത്രമല്ല, ഒരു മതേതര ഫാബ്രിക് കേരളത്തിന് ഉണ്ടാക്കിയത് അവരാണ്. മതേതരമാണ്. ഇവരാരും മറ്റൊരു മതത്തെ ദ്വേഷിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സാഹോദര്യം പറയുന്നുമുണ്ട്. അത് പിന്നെ തുടർന്നു വന്ന് നമ്മുടെ സാഹിത്യത്തിൽ, രാഷ്ട്രീയത്തിൽ, ദേശീയ രാഷ്ട്രീയത്തിൽ ഖിലാഫത്ത് മൂവ്മെൻ്റൊക്കെ കേരളത്തിലെ പ്രത്യേകതയാണ്. അതിനുശേഷം ഇടതുപക്ഷ രാഷ്ട്രീയം വന്നു, അവരും അതിൽ ഉറച്ചു നിന്നു. ഒരു കാരണവശാലും ജാതി കൊണ്ട് മതം കൊണ്ട് മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയം പാടില്ല എന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു. മതദ്വേഷം പാടില്ല, അതാണല്ലോ ഗുരുദേവൻ്റെത്.